ഖുതുബ ഭാഷയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ഈ ഒരു ശ്രോതാവ് ചോദിച്ചിട്ടുള്ളത്. മദീനയിൽ നിന്ന് ഒരുപാട് സഹാബാക്കൾ പല പ്രദേശങ്ങളിലേക്കായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആജ്ഞ പ്രകാരം പല സ്ഥലങ്ങളിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ അവർ ജുമാ ഖുതുബ നിർവഹിച്ചപ്പോൾ അവരുടെ പ്രാദേശിക ഭാഷയിൽ ആയിരുന്നോ നിർവഹിച്ചിരുന്നത്, അതോ അറബിയിൽ തന്നെ ആയിരുന്നില്ലേ നിർവഹിച്ചിരുന്നത്? ആരാണ് പ്രാദേശിക ഭാഷയിൽ ആദ്യമായി ജുമാ ഖുതുബകൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തത് എന്നൊക്കെയാണ് ഈ ഒരു ശ്രോതാവ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് നമുക്ക് ഈ ഒരു ശ്രോതാവിനോട് പറയാനുള്ളത്? ചോദ്യം നമ്മളിപ്പോൾ കേട്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബാക്കൾ ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലേക്ക് യാത്ര ചെയ്തു പ്രബോധനത്തിനായി തന്നെ. അവിടെ ചെന്നിട്ട് അവർ ആ നാട്ടിലെ ഭാഷയിലാണോ ഖുതുബ പറഞ്ഞത് എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു അറബി വേറെ ഒരു നാട്ടിൽ ചെന്ന ഉടനെ തന്നെ ആ നാട്ടിലെ ഭാഷയിൽ ഖുതുബ പറയുക എന്നുള്ളത് ഒരിക്കലും പ്രായോഗികമല്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ പിന്നെ എന്നാണ് ഇത് തുടങ്ങിയത് എന്നതിന് അറബി അല്ലാത്ത ഭാഷയിൽ ഏത് ഡേറ്റിന് ഇത് തുടങ്ങി എന്ന് പറയാൻ നിർവാഹമില്ല. കേരളീയരായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു എളുപ്പമാർഗമുണ്ട് ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ. അതായത് ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളിയാണ് കൊടുങ്ങല്ലൂർ ചേരമാൻ പള്ളി. മാലിക് ബിൻ ദീനാറും ടീമും വന്നിട്ട് അവിടെ പള്ളി നിർമ്മിക്കപ്പെട്ടു എന്നാണല്ലോ. ആ പള്ളിയുടെ ബന്ധപ്പെട്ട ആളുകളുമായി നമ്മൾ സംവദിച്ചാൽ അവരിൽ നിന്ന് നമുക്ക് ലഭ്യമാകും, ഇവിടെ പുരാതന കാലം മുതലേ മലയാളത്തിലായിരുന്നു ഖുതുബ. എന്നാണ് ഈ പള്ളിയിൽ മലയാളത്തിൽ ഖുതുബ തുടങ്ങിയത് എന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല എന്ന് അവിടെയുള്ള കാരണവന്മാർ ഇന്നും പറയും. കൊടുങ്ങല്ലൂർ ചേരമാൻ പള്ളി ഇന്ത്യയിലെ ആദ്യത്തെ പള്ളിയാണ്. എന്നാൽ ആ പള്ളിയിൽ ഖുതുബ അറബിയിൽ എന്നാണ് തുടങ്ങിയത്, അത് അവിടെയുള്ള ആളുകൾ പറയും അതിപ്പോ അടുത്ത കാലത്താണ് തുടങ്ങിയത് എന്ന്. അപ്പോ ഇന്ത്യയിൽ ആദ്യമായി റസൂലിന്റെ സഹാബാക്കൾ നിർമ്മിച്ച പള്ളി, ആ പള്ളിയിൽ മലയാളത്തിലായിരുന്നു ഖുതുബ. പുരാതന കാലങ്ങളായി അങ്ങനെ മലയാളത്തിൽ നടന്നു വരികയായിരുന്നു. അത് ഈയിടെ അടുത്ത കാലത്താണ് അത് അറബിയിലേക്ക് മാറിയത് എന്ന്. ഇത് നമ്മുടെ നാട്ടിന്റെ ഒരു ചരിത്രമാണ്, ആർക്കും അതിൽ തർക്കമില്ല. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഖുത്ബയുടെ വിഷയത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കൾ ഖുത്ബ നടത്തി കൊടുത്തു. അപ്പൊ ആ ഖുത്ബ നടത്തി കൊടുത്തപ്പോൾ എങ്ങനെയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സഹാബാക്കൾ എവിടെയെങ്കിലും പോയി എന്തെങ്കിലും ചെയ്താൽ അത് ഇസ്ലാമിന്റെ രേഖയാണോ, അതും കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഞങ്ങളൊക്കെ പള്ളി ദർസിൽ പഠിക്കുന്നത് ഖൗലു സ്വഹാബിയ്യി ലൈസ ബിഹുജ്ജത്തിൻ, ഒരു സഹാബി ഒരു കാര്യം പറഞ്ഞാൽ അത് ഇസ്ലാമിന്റെ രേഖയല്ല എന്നാണ്. ഇസ്ലാമിന്റെ രേഖയാകണമെങ്കിൽ സ്വഹാബാക്കളുടെ എല്ലാവരുടെയും കൂടെ ഏകീകരിക്കപ്പെട്ട അഭിപ്രായമായ ഇജ്മാഇനെയാണ് രേഖയായി പരിഗണിക്കുക. ഒരു സ്വഹാബിയുടെ വാക്ക് ഇസ്ലാമിന്റെ രേഖയായി കാണരുത് എന്നാണ് ദർസിൽ ജമ്മുൽ ജവാമി ഓതി പഠിക്കുമ്പോൾ ഞങ്ങളൊക്കെ പഠിക്കാറുള്ളത്, മത്തിന് കാണാപ്പാഠം പഠിക്കാറുള്ളത്. എന്തുകൊണ്ട്? ഇസ്ലാമിന്റെ രേഖ ഖുർആൻ, ഹദീസ്, ഇജ്മാ, ഖിയാസ് എന്നിവയാണ്. അപ്പൊ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുതുബ നിർവഹിക്കുമ്പോൾ എങ്ങനെയാണ് ഖുതുബ നിർവഹിച്ചത് എന്നാണ് അപ്പോൾ നമ്മൾ പരിശോധിക്കുക. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ് കാണാം, കാന യഖറഉൽ ഖുർആന വയുദക്കിറുൻ നാസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ പാരായണം ചെയ്ത് ജനങ്ങളെ ഉത്ബുദ്ധരാക്കുമായിരുന്നു എന്ന്. അപ്പൊ പ്രവാചകന്റെ ഖുതുബ എങ്ങനെയാണ് ജനങ്ങളെ ഉത്ബുദ്ധരാക്കണം, ജനങ്ങൾ ഉത്ബുദ്ധരാവണം, ഇതാണ് പ്രവാചകന്റെ ഖുതുബ. അപ്പൊ നമ്മളുടെ ചിന്ത എങ്ങോട്ടാ പോവുക? ഒരു ഖുതുബ നടന്നാൽ ജനങ്ങൾ ഉത്ബുദ്ധരാവണമെങ്കിൽ ജനങ്ങൾക്ക് തിരിയാത്ത ഭാഷയിൽ ആ പ്രവാചകന്റെ പ്രോഗ്രാം നടക്കൂ? ഇല്ല. ഇത് നമ്മൾ സ്വന്തം ഒരു ഹദീസിനെ വ്യാഖ്യാനിക്കാണോ? ഇല്ല. ഇമാം നവവി അവിടുത്തെ ശർഹ് മുസ്ലിമിൽ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളെ ഉത്ബുദ്ധരാക്കും എന്ന ഈ ഹദീസ് ദലീലുൻ ലിശാഫി, ഇമാം ഷാഫിക്ക് ഇത് രേഖയാണ്. എന്താണ് ഇമാം ഷാഫി പറയുന്നത്? അന്നഹു യുസ്തർതു ഫിൽ ഖുതുബത്തി അൽ വഅദ്, ഖുതുബ പറയുമ്പോൾ അവിടെ ഉപദേശം നൽകണം, അത് ഷർത്താണ്. ഖുർആൻ പാരായണം ഷർത്താണ്. അപ്പൊ ഇമാം ഷാഫിക്ക് തെളിവാണ്. അപ്പൊ ഇമാം ഷാഫി എന്താ പറഞ്ഞു? ഒരു ഖുതുബ നടക്കുകയാണെങ്കിൽ ജനങ്ങളെ ഉപദേശിക്കണം, അത് ഖുതുബ സ്വഹീഹ് ആവാനുള്ള ഷർത്താണ്. ജനങ്ങൾക്ക് തിരിയാത്ത ഭാഷയിൽ ഉപദേശം നടക്കില്ലല്ലോ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. മഹാനായ ഇമാം ഷാഫി പറയാം, ലാ യസിഖുൽ ഖുതുബതാനി ഇല്ലാ ബിഹംദില്ലാ വസ്സലാത്തി അലാ റസൂലില്ലാ, മാത്രമല്ല വൽ വഅദി, ഉപദേശവും ഇല്ലാതെ സഹിയാവൂല.
അപ്പൊ ജനങ്ങളെ ഉപദേശിക്കാതെ ഖുത്ബ സ്വയ്യാവൂല എന്ന് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി പറയാണ്. എന്താണ് അതിന് കാരണം? റസൂലുള്ളാഹിയുടെ ഹദീത്താണ് ജനങ്ങളെ ഉത്ബുദ്ധരാക്കണം എന്ന്. മാത്രമല്ല ഇമാം ഷാഫി പറഞ്ഞു ഉഹൈബു അൻ യകൂന കലാമുഹു ഖസ്ദം ബലീഗ, ഖതീബിന്റെ പ്രഭാഷണം ബലീഗാവില്ല ഞാൻ ഇഷ്ടപ്പെടുന്നു. ബലീഗ എന്ന് പറഞ്ഞാൽ എന്താണ്? ഐ ഫി ഗായത്തിൻ മിനൽ ഫസാഹ വറസാനത്തി സബ്കി വജസാലത്തിൽ ലഫ്ളി എന്ന് ഇബ്നു ഹജർ തുഹ്ഫയിൽ വിശദീകരിക്കുകയാണ്. ബലാഗത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഗായത്തിൻ മിനൽ ഫസാഹ, നല്ല സാഹിത്യ സമ്പന്നമായിരിക്കണം. വറസാനത്ത് സബ്ക്, ഭദ്രമായ കോർവയുള്ളതായിരിക്കണം. വജസാലത്തുൽ ലഫ്ള്, സാരസമ്പൂർണമായ പദപ്രയോഗങ്ങളായിരിക്കണം. എന്താണ് അതിന് കാരണം? ലി അന്നഹാ ഹീന ഇദിൻ തകൂനു ഔഖാഫിൽ ഖൽബ്, അങ്ങനെ ഖുത്ബ പറഞ്ഞാൽ മനുഷ്യന്റെ കൽബിൽ അത് ശരിക്കും പ്രതിഫലിക്കും. ജനങ്ങൾക്ക് തിരിയാത്ത ഭാഷയിൽ പറഞ്ഞാലോ കൽബിലല്ല, അത് കാതിൽ മാത്രം നിൽക്കും. അപ്പൊ ഇത്രയും വ്യക്തമായി പണ്ഡിത ലോകത്തും അതുപോലെ തന്നെ പ്രവാചകന്റെ ഹദീസുകളിലും കാണുന്ന ഈ യാഥാർത്ഥ്യത്തെ നമ്മൾക്ക് മറികടക്കാൻ കഴിയുമോ? പ്രവാചകന്റെ ഖുത്ബ ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന മറ്റു ഹദീസുകളിൽ കാണാം, ഇദാ ഖതബ യഹ്മറത്ത് ഐനാഹു, പ്രവാചകൻ ഖുത്ബ പറയുമ്പോൾ കണ്ണ് ചുമന്നു വരും. വഅലാ സൗതു, ശബ്ദം ഉയർന്നു വരും. വസ്തദ വലബു, ദേഷ്യം കഠിനമാകും. കഅന്നഹു മുൻദിറു ജയ്ശിൻ യഖൂലു സ്വബഹക്കും വമസ്സാക്കും, ഒരു പട്ടാളത്തിന് നേതൃത്വം നൽകുന്ന സൈനിക കമാൻഡർ തൻ്റെ പടയാളികളോട് പോർക്കളത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടി പ്രത്യേകമായ നിർദ്ദേശം നൽകുമ്പോൾ, വാണിംഗ് നൽകുമ്പോൾ, നിങ്ങൾ ഈ കഴത്തിലൂടെ നീന്തുക എന്ന് പറയുന്നത് പോലെയുള്ള ഭാഷയിൽ ഒരു സൈനിക കമാൻഡറുടെ താക്കീതിന്റെ ഭാഷയിലാണ് പ്രവാചകൻ ഖുത്ബ പറയുക. അപ്പൊ എന്തിനാണിത്? ഭൗതിക ലോകത്തിന്റെ പ്രതിഭാസങ്ങൾ കടിമപ്പെട്ട് ഈ ദുനിയാവിന്റെ അന്ധകാരങ്ങളിൽപ്പെട്ട് നിങ്ങൾ മുങ്ങിപ്പോവാതെ അള്ളാഹുവിന്റെ സ്വർഗീയാരാമത്തിലേക്ക് കടന്നു വരണമേ എന്നുള്ള താക്കീതാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ പ്രവാചകന്റെ അധ്യായം അതാണ്. ഇനി മാത്രമല്ല, കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലേക്ക് വന്നാൽ കാണാം ഖുത്ബയുടെ റുക്നുകൾ അറബിയിലാവൽ ഷർത്താണ്, ഫറലുകൾ അറബിയിലാവൽ, അതായത് അൽഹംദുലില്ലാ, നബിന്റെ പേരിൽ സലാത്ത്, അതുപോലെയുള്ള വേർഡുകൾ, അതുപോലെ ഖുർആൻ പാരായണം, അതുപോലെ പ്രാർത്ഥന, ഇതൊക്കെ കൊണ്ടുള്ള വസിയത്ത്, ഇതൊക്കെ ഫറലുകളാണ്. ആ ഫറലുകൾ അറബിയാവൽ ഷർത്താണ് എന്ന് പറഞ്ഞിട്ട് കർമ്മശാസ്ത്ര പണ്ഡിതന്മാരൊക്കെയും പറഞ്ഞു ദൂനമാ അദാഹ, ഫറലുകൾ അല്ലാത്തതൊഴിച്ച്, ഫറലല്ലാത്ത ഭാഗങ്ങൾ അനറബി ഭാഷയിലാവാം. ഇനി മാത്രവുമല്ല, നമുക്ക് കാണാം നമ്മുടെ നാട്ടിലെ പള്ളി ദർസിലെയും പട്ടിക്കാട് കോളേജിലും മർക്കസിലും ഒക്കെ പഠിപ്പിക്കുന്ന ഗ്രന്ഥ തുഹ്ഫ, അതിന്റെ വ്യാഖ്യാനമായ ഷെർവാനിയിൽ കാണാം വ മഹല്ലു ഇഷ്തിറാത്തിൽ അറബിയത്തി, ഖുത്ബ അറബിയാവൽ ഷർത്താവുന്ന സ്ഥലം എവിടെയാണെന്ന് അറിയോ? ഇൻകാന ഫിൽ ഖൗമി അറബിയുൻ, ജനങ്ങളിൽ അറബി ഉണ്ടായാലാണ്. ജനങ്ങളിൽ അറബികളാകുമ്പോൾ അവരോട് അറബി അല്ലാത്ത ഭാഷയിൽ പറയരുത്. അറബിയാണ് സദസ്സിലുള്ളതെങ്കിൽ അവരോട് നിങ്ങൾ അറബിയിൽ പറയണം. അപ്പൊ അറബികളായ ആളുകൾ സദസ്സിൽ ഉണ്ടാകുമ്പോഴാണ് ഈ അറബി ഷർത്താണെന്ന് പറയുന്നത്. മഹല്ലു ഇഷ്തിറാത്തിൽ അറബിയത്തി ഇൻകാന ഫിൽ ഖൗമി അറബിയും, ജനങ്ങളിൽ അറബി ഉണ്ടാകുമ്പോഴാണ് അറബി ഷർത്ത്. ജനങ്ങളിൽ അറബി ഇല്ലെങ്കിലോ വ ഇല്ലാ കഫാ കൗനുഹാ ബിൽ അജബിയ, അറബി ഇല്ലെങ്കിൽ അനറബി ഭാഷയിലാവൽ അനുവദനീയമാണെന്നാണ്. ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. നോക്കൂ നിങ്ങൾ, ഇന്നും നമ്മുടെ നാട്ടിലെ ആളുകൾ ഏർവാടിയിൽ പോവാറുണ്ട്. ഏർവാടിയിൽ പോയാൽ കീളക്കര പള്ളിയിലേക്ക് പോകും. അവിടെ സദഖത്തുല്ലാഹിൽ കാരിയുടെ ജാറമുണ്ട്. ആ ഏർവാടി പള്ളിയിൽ ഖുത്ബ തമിഴിലാണ് നടക്കുന്നത്. ആർക്കും തർക്കവും പ്രശ്നമൊന്നുമില്ല. ബാംഗ്ലൂരിലെ സേട്ടു മസ്ജിദിലെ ഇമാം അബ്ദുൽ ഹമീദ് ജുനൈദി, അദ്ദേഹം അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റാണ്. അതിന്റെ സെക്രട്ടറി ആയിരുന്നു കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ. ആ അബ്ദുൽ ഹമീദ് ജുനൈദി ഉറുദുവിലാണ് ബാംഗ്ലൂരിലെ സേട്ടു മസ്ജിദിൽ ഖുത്ബ പറഞ്ഞിരുന്നത്. മാത്രമല്ല, സമസ്തയുടെ പതിറ്റാണ്ടുകളോളം ജനറൽ സെക്രട്ടറി ആയിരുന്ന ഇ കെ അബൂബക്കർ മുസ്ലിയാർ കാസർഗോഡ് ആലിയയിൽ മലയാളത്തിലായിരുന്നു വേലൂരിൽ നിന്ന് വന്ന ഉടനെ ഖുത്ബ നിർവഹിച്ചിരുന്നത്. അതുപോലെ സമസ്തയുടെ ഉന്നതന്മാരായ വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാർ ആ പള്ളിയിൽ മലയാളത്തിലായിരുന്നു നിർവഹിച്ചിരുന്നത്. 10,000-കണക്കായ ഉസ്താദുമാരുടെ ഉസ്താദായ മഞ്ചേരി അബ്ദുറഹ്മാൻ മുസ്ലിയാർ മലയാളത്തിലാണ് ഖുത്ബ പറഞ്ഞിരുന്നത്. ഇന്നും നിങ്ങൾക്ക് മഞ്ചേരിയിലെ ടൗൺ പള്ളിയിൽ പോയാൽ കാണാം അവിടെ മലയാളത്തിൽ ഖുത്ബ ഉണ്ടാകും. ആ അകത്ത പള്ളിയിൽ തലയെക്കെട്ടും കെട്ടി വെള്ള വസ്ത്രം അണിഞ്ഞ മുസ്ലിംമാര് കുട്ടികൾ നിരന്നിരിക്കുന്നുണ്ടാവും. ആ മിമ്പറിൽ നിന്ന് മലയാളത്തിൽ ഇന്നും ഖുത്ബ കാണാൻ കഴിയും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇത് നമ്മൾ
മുജാഹിദും സമസ്തയും പറഞ്ഞ് തർക്കിക്കേണ്ട കാര്യമല്ല, ഫുഖഹാക്കൾ പഠിപ്പിച്ച യാഥാർത്ഥ്യമാണ് എന്ന് സമസ്തയുടെ പണ്ഡിതന്മാർ തന്നെ അവരുടെ പ്രവർത്തനത്തിലൂടെ കാണിച്ചു തന്നൊരു യാഥാർത്ഥ്യവുമാണ്. മറിച്ച് അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസ് ജാബിറുല്ലാഹ് പറഞ്ഞു, യുദക്കിറുന്നാസ്, ജനങ്ങളെ ഉത്ബുദ്ധരാക്കും. ആ അവസരം നഷ്ടപ്പെടുത്തിയാൽ ഖുത്ബ തന്നെ സ്വഹീഹ് അല്ല എന്നാണ് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി പറഞ്ഞിരിക്കുന്നത്. അല്ലാഹു അലം.